സോളോ ലെവലിംഗ് ഈ ഒരു സീരീസിൻ്റെ ഓൾറെഡി റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിലീസ് ചെയ്ത സമയത്ത്. ഇതിപ്പോൾ 7 എപ്പിസോഡുകൾ മാത്രമാണ് റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനിമെ ആയതുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നാമല്ലോ. കാരണം ഈ ഒരു 7 എപ്പിസോഡിൽ പല അനിമകളും 500-1000 എപ്പിസോഡിലും കൊണ്ടുവരുന്ന ഇൻ്റർനെറ്റ് ബ്രേക്കിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് ഈ ഒരു 7 എപ്പിസോഡിനകത്ത് ഇവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ, അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടാണ് സോളോ ലെവലിംഗ് എന്ന് പറയുന്ന അനിമ വന്നിട്ടുള്ളത്. ഒരു ഫസ്റ്റ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഞാൻ സങ് ജിൻവോ എന്ന് പറയുന്ന നായകനെ നോക്കിയിട്ട് ഇതെന്ത് നായകൻ, ഇവനെ കൊണ്ട് എന്ത് കാണിക്കാനാണ്, ഇവനാണോ ഈ ഒരു വലിയ സീരീസ്, എന്തോ ഗംഭീരം എന്ന് ആൾക്കാർ പറയുന്ന സീരീസ്, ഇത് എന്താണ് ഇവൻ നായകനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു 2 എപ്പിസോഡ് കഴിഞ്ഞപ്പം രണ്ടാമത്തെ എപ്പിസോഡിനകത്ത് ഇത്രയും പവർ കുറഞ്ഞൊരു നായകനെ ഇത്രയും പവർഫുള്ളായിട്ടൊരു വില്ലൻ വന്നിട്ട് അടിച്ചങ്ങ് താക്കും. ഓൾറെഡി നമ്മൾ ഇപ്പം സാധാരണ സീരീസുകളിലും അനിമയിലും കാണുന്ന പോലെ നായകൻ ഇതാണ് അതാണ്, വില്ലന്മാർക്കൊന്നും റോളില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നിടത്ത് ഇത് വില്ലനൊരു ഈവിൾ ചിരിയും ചിരിച്ചുകൊണ്ട് വരും. അവിടെ തീർന്നു നായകൻ. ഞാൻ വിചാരിച്ചു ദൈവമേ തീർന്നു, ഇത് ഇനി എന്താണ് ഇവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് 3ാമത്തെ എപ്പിസോഡിനകത്ത് ഒരു വോക്കപ്പ് സീനുണ്ട് സങ് ജിൻവോയുടെ. അതായത് ഒരു കിടിലൻ സാധനം. അതിന് ശേഷം ഈ ഒരു സീരീസിൻ്റെ എൻ്റെ സ്കീമാറ്റിക്സ് മാറി, ജോണറും മാറുകയാണ്. ഇത്രയും ലോ ഹെൽത്തുള്ള ആ ഒരു നായകനിൽ നിന്ന് ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു നായകനിലേക്ക് ഒരു മാറ്റമുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ഒരു 5 എപ്പിസോഡിനകത്ത് തീന്ന് വെച്ച പവറാണ് പിന്നെ നായകൻ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഷടപട ആര് വന്നെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, ഞാൻ അവരെ എല്ലാം തീർക്കും എന്ന് പറഞ്ഞ് പോകുന്ന ഒരു നായകനിലേക്കുള്ളൊരു ട്രാൻസിഷൻ സീൻ, അത് വേറെ ലെവൽ തന്നെയാണ്. അതിനകത്ത് സിസ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് അതിനേക്കാളും കിടിലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തെ രക്തപ്പുഴകൾ അത് പറയേണ്ടതാണ്, എടുത്തു പറയേണ്ടതാണ്. ഇതിനകത്ത് അവസാനം 7ാമത്തെ എപ്പിസോഡിനകത്ത് ഒരു ഫൈറ്റ് സീനുണ്ട് നായകനും വില്ലന്മാരുമായിട്ടുള്ള. ലൈവ് ആക്ഷൻ സിനിമയിൽ കാണില്ല ഇങ്ങനൊരു സാധനം. അത്രയ്ക്ക് ഈ രോമമൊക്കെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കും. അത്രയ്ക്ക് കിടിലമായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം. ഇതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ സീരീസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുവരെ ഇറങ്ങിയ എൻ്റയർ സീരീസുകളും ഈ ഒരു സീരീസിന് താഴെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ഏത് അനിമെ കാണുന്ന ഏത് സൈറ്റ് എടുത്ത് നോക്കിയാലും സോളോ ലെവലിംഗ് എന്ന് പറയുന്ന സാധനം 1ാമത് നിൽക്കും, അതിന് താഴെയുള്ളൂ വൺ പീസ്. അത്രയ്ക്ക് ഇനി ഈ സീരീസ് എങ്ങനെ എങ്ങോട്ട് പോകുന്നു, ഇതെങ്ങനെ അവസാനിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും വായിച്ച് നോക്കിയിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ നോക്കുന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഈ ഒരു 7 എപ്പിസോഡിൽ സോളോ ലെവലിംഗ് ഉണ്ടാക്കിയ ഓളം ലോകത്ത് വേറൊരു സീരീസോ അനിമയോ ഉണ്ടാക്കിയില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെറും 7 എപ്പിസോഡിൽ ഇൻ്റർനെറ്റ് ബ്രേക്കിംഗ് സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് എപ്പിസോഡിൽ നായകനെ കൊണ്ട് ഇത്രയേ ഉള്ളൂ നായകൻ, ഇത്രയൊക്കെ ഉള്ളൂ നായകൻ, ശക്തിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നുള്ളൊരു 5 എപ്പിസോഡിൽ നായകൻ വന്നിട്ട് നായകൻ്റെ ഒരു ട്രാൻസിഷൻ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേറെ ലെവലാണ്. അപ്പം ഇന്നായിരുന്നു അതിൻ്റെ 8ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്യേണ്ടത്. പക്ഷേ 8ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്തില്ല, എന്തോ ഡിലേ ആക്കിയിട്ടുണ്ട്. അതിന് പകരം ഒരു സ്പെഷ്യൽ എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു റീക്യാപ്പാണ്. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് 7 എപ്പിസോഡോട് റീക്യാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അത് ഞാൻ കണ്ടു. പിന്നെ അതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഈ 8ാമത്തെ എപ്പിസോഡ് മേ ബി ഇനി അടുത്ത വീക്ക്, അടുത്ത സൺഡേ വരികയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് വാച്ച് ഐറ്റം, അതായത് നിങ്ങളൊരു അനിമയെ കണ്ടു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കണ്ടു തുടങ്ങാൻ പറ്റുന്നൊരു സാധനം, അനിമ എന്താണെന്നുള്ളൊരു സാധനം നമുക്ക് മറ്റേ ബ്ലഡിലോട്ട് അലിഞ്ഞു തരുന്നു എന്നൊക്കെ പറയല്ലേ, അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് സോളോ ലെവലിംഗ്.